ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും സംസാരിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പ്രഷൻസും വേർഡ്സും ഫ്രേസസും ശൈലികളുമെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അത് കേട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, എത്രമാത്രം നിങ്ങൾ അത് പ്രാക്ടീസ് ഡെയിലി ചെയ്യുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ ഫ്ലുവൻസി ഇംപ്രൂവ് ആകും. വെറും ഗ്രാമർ മാത്രം തിയറട്ടിക്കലായിട്ട് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻസി കിട്ടത്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കൊള്ളൂ, അവിടെ നിന്നും നടക്കേണ്ടതേ ഉള്ളൂ. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കൊള്ളൂ, അവിടെ നിന്നും നടക്കേണ്ടതേ ഉള്ളൂ. അതായത് നടക്കേണ്ട ദൂരമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കാണാൻ ബസ്സിൽ പോകുന്നു. അപ്പോൾ ഏത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു തരുന്നതാണ് സിറ്റുവേഷൻ. ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്, ഫ്രം there it's walkable. Get off at the next stop, from there it's walkable. Get off at the next stop എന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗെറ്റ് ഓഫ് ദ ബസ് വേണമെങ്കിൽ പറയാം, പക്ഷെ ബസ്സിന്റെ അകത്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബസ് എന്നത് എടുത്തു പറയാതിരിക്കുന്നത്. അപ്പോൾ ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഈ ഗെറ്റ് ഓഫ് ദ ബസ് എന്നതിന് പകരം പലരും ഗെറ്റ് ഡൗൺ ഫ്രം ദ ബസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് ഓക്കെ ആണ്, എന്നാലും ഇംഗ്ലീഷ് ആവണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഓഫ് ദ ബസ് ആണ്. ഓക്കെ, പക്ഷെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള മാതിരി സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരു കാര്യത്തിന് നമുക്ക് പല രീതിയിലും പറയാം. ഓക്കെ, അപ്പോൾ അത് കൺവേ ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം നമ്മൾ എന്താ പറയുന്നത് ഇൻ കറക്റ്റ് ഇംഗ്ലീഷ്. അപ്പോൾ ഗെറ്റ് ഓഫ് ദ ബസ് എന്നത് ഗെറ്റ് ഡൗൺ ഫ്രം ദ ബസ് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായി, പക്ഷെ അത് കറക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ മരത്തിൽ നിന്ന് ഇറങ്ങൂ എന്ന് പറയുകയാണെങ്കിൽ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷെ ബസ്, ട്രെയിന് അല്ലെങ്കിൽ കപ്പൽ എന്നുള്ള സംഗതി പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ നമ്മൾ ഗെറ്റ് ഓഫ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രോം there, അതായത് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് ഇറ്റ്സ് വാക്കബിൾ. വാക്കബിൾ എന്ന് പറയുന്നത് നടക്കാൻ പറ്റുന്ന ദൂരമേയാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് വാക്കബിൾ. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ്സ് വാക്കബിൾ ടു മൈ ഹൗസ്, അല്ലെങ്കിൽ ഇറ്റ്സ് വാക്കബിൾ ടു മൈ ഓഫീസ്, അല്ലെങ്കിൽ ഇറ്റ്സ് വാക്കബിൾ ടു ദി ഹോസ്പിറ്റൽ. അപ്പോൾ എവിടേക്കാണ് വാക്കബിൾ എന്നതും ഇവിടെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം വരുന്ന ആൾക്കും ഈ പറയുന്ന ആൾക്കും അറിയാം എങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന്. അപ്പോൾ ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഐ ആം സെയിങ് ഫ്രോം there ഇറ്റ്സ് വാക്കബിൾ ടു മൈ ഹോം, അല്ലെങ്കിൽ ഇറ്റ്സ് വാക്കബിൾ ടു മൈ പ്ലേസ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട് എന്നതിനെ മൈ ഹൗസ് എന്ന് പറയാം, അല്ലെങ്കിൽ മൈ പ്ലേസ് അങ്ങനെയും പറയാം. ഓക്കെ, സോ ഫ്രോം there ഇറ്റ്സ് വാക്കബിൾ ടു മൈ പ്ലേസ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ പലതും നമ്മൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് അത് നമ്മൾ എഴുതേണ്ട അല്ലെങ്കിൽ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ റിട്ടൺ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഗ്രമാറ്റിക്കലായിട്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ എങ്ങോട്ട് പോകുന്നു, ഗെറ്റ് ഓഫ് ബസ്സിൽ നിന്നാണോ. അപ്പോൾ റിട്ടണും സ്പോക്കണും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിൽ കരുതിയിട്ട് വേണം നിങ്ങൾ ഈ സെന്റൻസുകൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അവനത് മനഃപൂർവ്വം പൊട്ടിച്ചതാണ് അല്ലെങ്കിൽ ഉടച്ചതാണ്. അവനത് മനഃപൂർവ്വം പൊട്ടിച്ചതാണ്. ഹി ബ്രോക്ക് ഇറ്റ് ഓൺ പേർപ്പസ്. ഓൺ പേർപ്പസ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം, ഒരു ഉദ്ദേശത്തോടെ എന്നർത്ഥമാണ്. ഓക്കെ, പക്ഷെ ഇതിന് നമുക്ക് വേറെയും വേർഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. സോ ഹി ബ്രോക്ക് ഇറ്റ് പേർപ്പസ്ലി, അതായത് ഓൺ പേർപ്പസിന് പകരം ഒരു ആഡ്വേർബ് ആണ് ഇവിടെ. ഹി ബ്രോക്ക് ഇറ്റ് പേർപ്പസ്ലി, അല്ലെങ്കിലോ ഹി ബ്രോക്ക് ഇറ്റ് ഡെലിബറേറ്റ്ലി, ഓർ ഹി ബ്രോക്ക് ഇറ്റ് ഇന്റൻഷനലി. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞത് ആണ്, ഒരു കാര്യത്തിന് നമുക്ക് പല രീതിയിലും ഇംഗ്ലീഷിൽ നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഇനി അങ്ങോട്ട് നമുക്ക് അന്യോന്യം സത്യസന്ധമായിരിക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് പരസ്പരം അല്ലെങ്കിൽ അന്യോന്യം സത്യസന്ധമായിരിക്കാം. ഫ്രം നൗ ഓൺ ലെറ്റ്സ് ബി ഓണസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഫ്രം നൗ ഓൺ, ഇനി മുതൽ, ഇപ്പോൾ മുതൽ. ലെറ്റ്സ് ബി ഓണസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഓണസ്റ്റ്, അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. HONEST. പ്രൊനൗൺസിയേഷൻ
ഹെച്ച് ഇവിടെ സൈലന്റ് ആണ്. ഹോണസ്റ്റ് എന്ന് പറയരുത്, ഓണസ്റ്റ്. ഓണസ്റ്റ് ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ എന്നർത്ഥമാണ്. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ തമ്മിൽ, അന്യോന്യം, പരസ്പരം. ആൾ സത്യസന്ധനാണ് അല്ലെങ്കിൽ സത്യസന്ധമായ ആളാണ് അവൻ എന്ന് പറയണമെങ്കിൽ ഹി ഈസ് an honest person അല്ലെങ്കിൽ ഹി ഈസ് ഓണസ്റ്റ്. ഓണസ്റ്റിന്റെ നൗൺ ഫോം ആണ് ഓണസ്റ്റി. ഓക്കെ, അപ്പോ അയാളുടെ സത്യസന്ധത എന്ന് പറയണമെങ്കിൽ ഹിസ് ഓണസ്റ്റി. ഞാനായിരുന്നെങ്കിൽ അത് ഞാൻ സമ്മതിക്കത്തില്ല. ഞാനായിരുന്നെങ്കിൽ അത് ഞാൻ സമ്മതിക്കത്തില്ല. ഐ വുഡന്റ് allow that if I were you. I wouldn't allow that if I were you. ഇവിടെ നമുക്ക് ഒരു സംശയം ചിലപ്പോൾ വരാം. അതായത് ഇഫ് ഐ വേർ യു എന്ന് പറയണോ അല്ലെങ്കിൽ ഇഫ് ഐ വാസ് യു എന്ന് പറയണോ? ഓക്കെ, സബ്ജങ്ക്റ്റീവ്, ഇൻഡിക്കേറ്റീവ്, മൂഡ് എന്നിങ്ങനെയുള്ള ചില ഗ്രമാറ്റിക്കൽ റൂൾസ് ഒക്കെ ഉണ്ട്, ഇതിലുണ്ട്. പക്ഷേ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ എഗെയിൻ ഇതൊന്നും നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേർ ഉപയോഗിക്കണോ വാസ് ഉപയോഗിക്കണോ എന്നതിൻ്റെ ഒരു ക്ലൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാത്തൊരു കാര്യമാണ് എന്നതാണെങ്കിൽ വേർ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ, നീ ആയിരുന്നെങ്കിൽ, ഇതൊരു നടക്കാത്തൊരു കാര്യമാണ്, എന്നാലും എങ്കിലും ആണ് നമ്മൾ. അപ്പൊ അവിടെ വേർ ആണ് വരേണ്ടത്. ഇഫ് ഐ വേർ യു, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ എ ഗേൾ. നടക്കാത്ത കാര്യത്തിന് വേർ ഉപയോഗിക്കാം. നടന്ന പാസ്റ്റ് ടെൻസിലുള്ള ഒരു കാര്യമാണെങ്കിൽ വാസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്തെ സ്കൂൾ ദിനത്തെക്കുറിച്ച് സ്കൂൾ നാളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാണ്, ഞാൻ സ്കൂളിലേക്ക് ലേറ്റായി ചെന്നാൽ പണിഷ്മെന്റ് ആയിട്ട് 5 റൗണ്ട് എന്നെ ഓടിക്കും, അല്ലെങ്കിൽ 5 റൗണ്ട് ഞാൻ ഓടണം. വെൻ ഐ വാസ് ലേറ്റ് ടു സ്കൂൾ ഐ ഹാഡ് ടു റൺ 5 റൗണ്ട്സ് ആസ് പണിഷ്മെന്റ്. അപ്പൊ ഇവിടെ വെൻ ഐ വാസ് ലേറ്റ് ടു സ്കൂൾ, അപ്പോൾ സ്കൂൾ കഥകൾ പറഞ്ഞതിന്റെ ഇടയിലാണ് പറയുന്നത് ആ സമയത്ത് ഞാൻ സ്കൂളിലേക്ക് ലേറ്റ് ആയി ചെന്നാൽ എനിക്ക് 5 റൗണ്ട് ഓടണമായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ ഇഫ് ഐ വാസ് ലേറ്റ് എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ഇഫ് ഐ വെയർ ലേറ്റ് എന്നല്ല. ഓക്കെ, കാരണം ഇതൊരു നടന്ന സംഭവമാണ് പാസ്റ്റ് ടെൻസിൽ, അതുകൊണ്ട് ഇഫ് ഐ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.